നമുക്കെങ്ങനെ അടുക്കള മാലിന്യം മികച്ച രീതിയിൽ വളമാക്കി മാറ്റാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. ഞാനിവിടെ കമ്പോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് WDC ആണ്. WDC വെച്ചിട്ടാണ് ഞാനിവിടെ ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി WDC ഇല്ലാത്തവർക്ക് തൈര് അല്ലെ മോര് കലക്കി ഒഴിക്കാം. അതുപോലെ ഈസ്റ്റ് നമുക്ക് ചെറിയ രീതിയിൽ കലക്കി ഇതിലേക്ക് ഈ മാലിന്യത്തിലേക്ക് ഒഴിക്കാം. അതുമല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒരു 3-4 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചും നമുക്ക് ഇവ കമ്പോസ്റ്റാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ളൊരു ചാക്ക് ഇതുപോലൊരു കല്ലേലാണ് വെച്ചിരിക്കുന്നത്. കല്ലേൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സ്ലറി ഇപ്പം നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇപ്പം കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ബിന്നുകളൊക്കെ ഉണ്ട്, അതിൽ സ്ലറി വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇപ്പം ഇത് ഒരു 5 രൂപയുടെ വില വരുന്ന ചാക്കാണ്. ഈ ചാക്കിലേക്ക് നമ്മൾ ഈ അടുക്കള മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കുക. അടുക്കള മാലിന്യങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചതിന് ശേഷം ഈ WDC എടുത്ത് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഉണ്ടാക്കി വെച്ച ഈ WDC എന്നത് ഈ ഒഴിച്ച WDC നേർപ്പിച്ചതല്ല, അത് ഉണ്ടാക്കി വെച്ച അതേ രീതിയിൽ തന്നെയാണ് ഈ WDC എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ മാലിന്യങ്ങൾ മുഴുവൻ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഒഴിച്ച് ഈ ചാക്ക് മൂടി കെട്ടി വയ്ക്കുക. അങ്ങനെ മൂടി കെട്ടി വെക്കുക. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഉള്ള മാലിന്യങ്ങൾ ഇതേപോലെ തുറന്ന് ഇട്ട് 1 മാസത്തോളം ഉള്ള മാലിന്യം ഒരു ചാക്കിലങ്ങ് നിറയ്ക്കുക. 1-2 മാസത്തേക്കുള്ളതായാലും കുഴപ്പമില്ല. അങ്ങനെ നിറച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ചാക്ക് നന്നായിട്ട് കെട്ടി ഭദ്രമാക്കി വെക്കുക. ഇത് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുക, ഇത് കെട്ടി വെച്ചതിന് ശേഷം, വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനായിട്ട്. അതിനുശേഷം ഇത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടാണ് ഇവ ഒഴിച്ച് പിന്നെയും 1 മാസത്തോളം വെച്ചതിന് ശേഷം കിട്ടുന്നൊരവസ്ഥ ഞാൻ കാണിക്കാം. ഇതങ്ങനെ 1 മാസത്തോളം ഈ ചാക്കിൽ നിറഞ്ഞതാണ്. ഈ നിറഞ്ഞതിനെ ഞാൻ കാണിക്കാം. കണ്ടോ, പൊടി രൂപത്തിലായ കമ്പോസ്റ്റാണ്. ഇനി ഈ കമ്പോസ്റ്റിനെ യാതൊരു കാരണവശാലും ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ചെടികൾക്ക് ഉപയോഗിക്കരുത്. ഇവ നമ്മൾ ഇതിൽ നിന്നെടുത്ത് ഒരു പ്ലാസ്റ്റിക് ചാക്കിലോ വല്ലതും തണലത്തിട്ട്, വെയിലത്തിട്ടല്ല തണലത്തിട്ട് ഉണക്കണം. വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇവയുടെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ തണലത്തിട്ട് ഉണക്കിയ കമ്പോസ്റ്റിൻ്റെ ഒരു രൂപം കാണിക്കാം. ഉണ്ടോ, നല്ല പൊടിഞ്ഞ രൂപത്തിലാണ്. ഇതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്തും കമ്പോസ്റ്റ് ആവാതെ കിടക്കുന്ന മാലിന്യങ്ങൾ കാണും. അവ പിന്നെയും ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഈ കമ്പോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ചാക്കിലേക്ക് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ എടുത്ത കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് യാതൊരു വിധ കുഴപ്പങ്ങളുമില്ല. ഇനി ഇത് ഡയറക്റ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കമ്പോസ്റ്റിനെ നമുക്ക് ട്രൈക്കോഡർമ വെച്ച് സമ്പുഷ്ടീകരിച്ചും വിളകൾക്ക് നൽകാവുന്നതാണ്.